ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു. വേറെ എവിടോട്ടും അല്ല, നമ്മൾ ടൗൺ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ കോഴിക്കോട് എനിക്ക് ഒന്ന് രണ്ട് സാധനമൊക്കെ ഞാൻ ഇവിടെ കുറച്ച് അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ കിട്ടാത്തൊരു സാധനം നമ്മുടെ വീഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതും വാങ്ങിക്കാം. അതിൻ്റെ കൂടെ വിഷുവിൻ്റെ 2 ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വിഷുവൊക്കെ ആയി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കോഴിക്കോട് ടൗണൊക്കെ, മൊത്തത്തിൽ തിരക്കും, ഒരു ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ ഫെറോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെറോക്കിൽ ഇപ്പം പുതുതായിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, ഈ റോപ്പ് കാറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈവനിങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ആണ് കാണുന്നത്. പിന്നല്ലേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടി. കേരളത്തിൽ തന്നെ അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ടല്ലോ. അതിൽ തന്നെ ഒരുപാട് ബിസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിൽ ഒന്നാട്ടോ വലിയങ്ങാടി എന്ന് പറയുന്നത്. നമ്മുടെ കോഴിക്കോട് ബീച്ചിന് ഏകദേശം തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദി ഹാർട്ട് ഓഫ് ദി കോഴിക്കോട് സിറ്റി. ആൻഡ് ഫൈനലി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും എത്ര ആളുകളറിയോ, എത്ര വണ്ടിയാണെന്നറിയോ. നമുക്ക് വണ്ടി വെക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയുക, അത്ര ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തുമ്പോഴേക്ക് തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആൻഡ് വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, കിടിലം വ്യൂ ആണ്. ഈ ഒരു ടൈമിൽ പോകുമ്പം, ഏർലി മോർണിംഗിലും അതുപോലെ തന്നെ നല്ല ഈവനിങ് ടൈമിലും കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് വെയിലുണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഒരു വ്യൂ എന്ന് പറയുന്നൊരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതേ സ്പീഡ് ബോട്ടാട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഒരു കാണുന്നുണ്ടല്ലോ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പം അടുത്താട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ദേ ഈ ഒരു ആള് വന്നിട്ട്, ഒരു ഭായി ആണ് കേട്ടോ, ഒരു ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ആള് വന്നിട്ട് ഫോട്ടോസ് എടുത്ത് തരണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ, എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 40 rupees എന്താന്ന് പറഞ്ഞപ്പോൾ ഒരു 4-5 ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്പീഡ് ബോട്ടിൽ പോയവർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ അത് കണ്ടു നിന്നു. ഈശ്വര, ഇവരെങ്ങനെയാണ് അത് കയറുന്നതെന്ന്. കുറച്ചധികം ടാസ്ക് ആയിരുന്നു കേട്ടോ അവർ കയറിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കയറിയിരുന്ന ആളുകളൊക്കെ. കാരണം ഇവരിത് കാല് വെക്കുമ്പോഴേക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണല്ലോ, നമുക്കിങ്ങനെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബീച്ചിൽ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓരോ ഷോപ്പിലായിട്ട്. ഈ ഒരു കാഴ്ചയും അടിപൊളിയാണ്. കാരണം ഫുൾ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ ബീച്ച് സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൊത്തം ഇങ്ങോട്ട് ലൈറ്റ്സ് തെളിയിക്കുമ്പം
അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ബീച്ചിൽ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലും കഴിക്കാതെ പോവുക. അപ്പോൾ നമ്മൾ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ചായ എത്തിയിട്ടുണ്ട്, കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് തീർത്തു, അടുത്ത പ്ലേറ്റും വാങ്ങിച്ചു, അതും കഴിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ തന്നെ കാടമുട്ടയുണ്ടല്ലോ അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു, ഒന്ന് വൈബൊക്കെ ആയി. ഇനി നമുക്ക് നേരെ SM സ്ട്രീറ്റിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ബീച്ചിന് തൊട്ടടുത്തുള്ള കേട്ടോ. അവിടെ നല്ല ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ ഉത്സവം അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം വിഷുവിൻ്റെ 2 ദിവസം മുന്നത്തെ ടൈമാണല്ലോ. അപ്പം എന്തായാലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ ലൈറ്റ്സ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ്, അതുപോലെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇടാനായിട്ട് നൈറ്റി നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അതൊക്കെ പർച്ചേസൊക്കെ ചെയ്തു. പിന്നെ ഞാൻ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വിഷു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ വേണമായിരുന്നു. മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല, നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു രീതിക്ക് തോന്നില്ല. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് എനിക്കത് കിട്ടി കേട്ടോ. ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ഫാൻസി ഷോപ്പിലൊക്കെ ചോദിച്ചു, പക്ഷെ അവിടെയൊക്കെ ബണ്ണായിട്ട് കിട്ടുന്ന ടൈപ്പാണ് ഉള്ളത്. ഇങ്ങനെ ഒറിജിനൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പൂവാണെന്ന് തന്നെ തോന്നിക്കുന്ന ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സംഭവം അവിടെ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഫൈനലി നമ്മുടെ കോഴിക്കോട് നിന്ന് കിട്ടി. ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും വിഷു ആശംസകൾ ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ പടക്കൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പടക്ക ഷോപ്പിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം വിലക്കുറവിലൊക്കെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ടായിരുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ബാക്കിയുള്ള ഷോപ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, കത്തിക്കുന്ന ടൈപ്പ് പടക്കങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് ഫുൾ ഐറ്റംസ് ഒക്കെ ഒരു 41 ഐറ്റംസ് എന്തോ വരുന്ന ബോക്സ് ആണ് കേട്ടോ. അതിന് 750 റുപ്പീസ് എന്തോ ആയിരുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ഈവനിങ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.